ഒത്തിരി ദിവസമായല്ലോ വിളിച്ചിട്ട്. അവനെ വിളിക്കാം. ഹലോ ഹലോ, നീ എവിടെയാടാ? ആടാ ഞാനിവിടെ ഉണ്ട്, വീട്ടിലുണ്ടല്ലോ. നീ ഇവിടെ അടുത്തുണ്ടോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്നാ വാ, ഞാനിവിടെ ഉണ്ട്. ആ ഇവിടെ വെച്ചാണല്ലോ, അത് കാണുന്നില്ല. ആരോ വന്നല്ലോ. ഓ, അവനായിരിക്കും. ദാ വരുന്നു. ആടാ വാ. ആടാ വാടാ, ഇരിക്ക്. ഇതാരാ, അനിയനാണോ? ആണാണ്. ആ ഇരിക്ക്. ആടാ, എത്ര നാളായടാ എന്നെ കണ്ടിട്ട്? അതെങ്ങനെയാടാ, നമ്മള് പഠിത്തം കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് പോയില്ലേ, പിന്നെ എങ്ങനെ കാണാന്? ഏട്ടാ, നിനക്ക് ഇതുവരെ ജോലിയായോ? എനിക്ക് ജോലിയൊന്നും ആയില്ല, ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുക. എടാ, അപ്പൊ നിനക്ക് ഇതുവരെ ജോലി ആയില്ലേ? നമ്മളോട് പഠിച്ചവരൊക്കെ ഓരോ ജോലിക്ക് കയറി കഴിഞ്ഞു. നീ ഇപ്പോഴിങ്ങനെ നിൽക്കുവാണോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു? പെട്ടെന്ന് ഏതെങ്കിലും ജോലിക്ക് കയറാൻ നോക്ക്. ഓ, ഇവനെ കൊണ്ടൊക്കെ തോറ്റ്. എടാ, നീ വല്ല ബാങ്ക് ടെസ്റ്റോ അങ്ങനെ വല്ല എഴുതാൻ നോക്ക്. എന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് കയറി, എന്നാലേ വീട്ടിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ശരി. ഇതന്നെ നിന്റെ അനിയന്റെ കാര്യം ഒരു മുറിവ്. ആ മരുന്ന് നടന്നു വന്നപ്പോരേ അവൻ വീണതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ, അത് ശ്രദ്ധിക്കണ്ടേ? നിന്റെ അനിയനല്ലേ. നീ ഇങ്ങനെ ചുമ്മാ കേരള സൈഡിരുന്നിട്ട് കാര്യമുണ്ടോ? ഓ, ഇവനെ കൊണ്ട്. പിന്നെ എന്റെ ഒരു വലിയ സ്വപ്ന വീടൊക്കെ വാങ്ങണം. അതിന് എനിക്ക് പറയാൻ നല്ല ജോലി പോലും ഇല്ല. പിന്നെ നീ എങ്ങനെ വീടൊക്കെ വാങ്ങുന്നത്? നീ ഇച്ചിരി കൂടെ മെച്ചൂറായിട്ട് ചിന്തിക്കും. കൊച്ചു പിള്ളേരെ പോലെ കളിച്ചോണ്ടിരിക്കും. എടാ, നീ എന്നെ പറയാൻ പറ്റുന്നു? നീ ഒന്നും പറയണ്ട. നീ നിന്റെ വീട്ടിലെ അവസ്ഥ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ചുമ്മാ ഒരുമാതിരി. ഓ, ഇവനെ കൊണ്ട്. അതന്നെ, ഇത് കൊച്ചു പിള്ളേര് കളിക്കുന്ന ടോയ്ക്കാർ. അവന്റെ ഒരു ടോയ്ക്കാർ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുവാ. ഇങ്ങോട്ടാ. ഇതെന്നാ